അതിശയൊക്കെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന SSC RRB എക്സാമുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഓൾറെഡി നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള 7th ക്ലാസ് ആണ് ഇന്നെന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് പറഞ്ഞോട്ടെ, നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് ഈ ഒരു സീരീസിൽ നിന്നുള്ള ക്ലാസ്സുകൾ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇങ്ങനെയാണ് പറയുന്നത്: നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് എവറി ഇയർ ഫോർ ഡാഷ് ഡേയ്സ് ഇൻ 1000-year-old ടെമ്പിൾ ഓഫ് ചിദംബരം, തമിഴ്നാട്. അതായത് തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളില് 1000 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളില് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എപ്പോഴും പഠിക്കുമ്പോണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫാക്ട് വരുവാണെങ്കിൽ ആ ഫാക്ടൂടെ എന്ത് ചെയ്തോണം? പഠിച്ചോണം. അത് പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള ഫാക്ട് കൂടി നോട്ട് ചെയ്ത് പഠിച്ചേക്കണം. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ചിദംബരം ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. ഈ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 5 ഡേയ്സ് ആണ്. നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എത്രയാണ്? 5 ഡേയ്സ്. ഓക്കെ, അപ്പോ തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളില് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 5 ഡേയ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു തവണ ക്വസ്റ്റ്യൻ വന്നു: ഗോപുരംസ് ഓഫ് ചിദംബരം ടെമ്പിൾ കണ്ടെയ്ൻ മെനി പോസസ് ഓഫ് വിച്ച് ഡാൻസ് ഫോം. അതായത് ഈ ചിദംബരം ടെമ്പിളിന്റെ ഗോപുരത്തില് നമുക്ക് ഏത് ഡാൻസ് ഫോമിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പോസുകളാണ് കാണാൻ പറ്റുന്നത്? ഗോപുരംസ് ഓഫ് ചിദംബരം ടെമ്പിൾ കണ്ടെയ്ൻ മെനി പോസസ് ഓഫ് വിച്ച് ഡാൻസ് ഫോം. അങ്ങനെ ഒരു 2 തവണ, അതായത് കഴിഞ്ഞ 2025, 24 വർഷങ്ങളായിട്ട് ഒരു 2-3 തവണ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഓക്കെ, അപ്പോ ചിദംബരം ടെമ്പിളിലെ ഗോപുരത്തില് നമുക്ക് ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ ഡിഫറെന്റ് പോസസ് ആണ് കാണാനായിട്ട് പറ്റുക. പക്ഷെ ഇത് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഗസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ചിദംബരം ടെമ്പിൾ തമിഴ്നാട്ടിലാണെന്ന് അറിയാമെങ്കിൽ തമിഴ്നാട്ടിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ഏതാ? ഭരതനാട്യമാണ്. സോ ചിദംബരം ടെമ്പിളിന്റെ ഗോപുരത്തിൽ കാണാൻ ചാൻസ് കൂടുതൽ ഏത് ഡാൻസ് ഫോം ആണ്? ഭരതനാട്യം എന്ന് പറയുന്ന ഡാൻസ് ഫോം ആണ്. ഓക്കെ, പറഞ്ഞ ഫാക്ടുകളെ ഇങ്ങനെ ആലോചിക്കുക: ചിദംബരം ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 ഡേയ്സ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി ഈ ചിദംബരം ടെമ്പിളിന്റെ ഗോപുരത്തില് നമുക്ക് ഭരതനാട്യ ഡാൻസ് ഫോമിന്റെ ഡിഫറെന്റ് പോസുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വീണ്ടും ഓർക്കേണ്ടത്, തമിഴ്നാട്ടില് ശരിക്കും നമുക്കറിയാം പപ്പറ്ററി ഡാൻസ് ഫോം, പാവകളികൾ ഇല്ലേ? പപ്പറ്ററി ഡാൻസ് ഫോം. തമിഴ്നാട്ടിലുള്ള പപ്പറ്ററി ഡാൻസ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള പപ്പറ്റ് ഡാൻസ്, തമിഴ്നാട്ടിൽ നിന്നുമുള്ള പാവകളി, തമിഴ്നാട്ടിൽ നിന്നുള്ള പപ്പറ്റ് ഡാൻസ് ആണ് ഏതെന്നറിയാമോ? ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നുമുള്ള പപ്പറ്റ് ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ ബൊമ്മലാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുള്ള സീനുകളാണ് ഈ ഒരു ബൊമ്മലാട്ടം ഡാൻസിലൂടെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടി ഓർക്കുക. തമിഴ്നാട്ടിൽ നിന്നുമുള്ള പപ്പറ്റ് ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ബൊമ്മലാട്ടം. ഈ ഒരു ബൊമ്മലാട്ടം ഡാൻസ് ഫോമിൽ ഷോ ചെയ്യുന്നത് നമ്മുടെ രാമായണം, അതുപോലെ തന്നെ മഹാഭാരതം. കേട്ടോ, അറിയുക, രാമായണ അതുപോലെ തന്നെ മഹാഭാരത. രാമായണത്തിൽ നിന്നും അതുപോലെ മഹാഭാരതത്തിൽ നിന്നുമുള്ള സീനുകളാണ് ഈ ബൊമ്മലാട്ടം എന്ന് പറയുന്ന നമ്മുടെ പപ്പറ്റ് ഡാൻസ് ഫോമിൽ ഷോ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തുകൊള്ളുക. അപ്പോ വേറെ ഏതെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പപ്പറ്ററി ഡാൻസ് ഫോം അറിയാമോ? പാവകളെ അറിയാമോ? ഒരു 3 to 4 പപ്പറ്ററി ഡാൻസ് ഫോം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം, പഠിച്ചോളുക. ഗൊമ്പയാട്ട, ബൊമ്മലാട്ടം എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് എവിടെയാണെന്ന് നമുക്കറിയാം, അത് തമിഴ്നാടാണ് കേട്ടോ. ബൊമ്മലാട്ടം എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ക്വസ്റ്റ്യൻ വരും ഗൊമ്പയാട്ട. കേട്ടോ, ക്വസ്റ്റ്യൻ വരും ഗൊമ്പയാട്ട എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന്.
അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടകയാണ് കേട്ടോ. ഗൊമ്പയാട്ട എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? കർണാടകയാണ്. അപ്പൊ ഗൊമ്പയാട്ട എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? കർണാടകയാണ്. ദെൻ വീണ്ടും അറിയേണ്ടത്, എപ്പോഴും ക്വസ്റ്റ്യൻ വരും, യാംപുരി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണ് കേട്ടോ. ഏതാണ്? യാംപുരി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? അത് ബീഹാറിലാണ് കേട്ടോ. യാംപുരി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? അത് ബീഹാറിലാണ്. റീസെന്റ് 2025 നമ്മുടെ NTPC എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. കഥപുട്ട്ലി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണ്? കഥപുട്ട്ലി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ് കേട്ടോ. കഥപുട്ട്ലി എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണ്? രാജസ്ഥാനില്. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു, പുതുൽ നാച്ച് കേട്ടോ. പുതുൽ നാച്ച് എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് ചോദിച്ചു. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇത്രയും പപ്പറ്ററി ഡാൻസ് ഫോം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തേക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളില് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആയിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ? അത് 5 days ആണ്. അപ്പൊ തമിഴ്നാട്ടിലെ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ 5 days സെലിബ്രേറ്റ് ചെയ്യുന്നു. എടാ, വേറെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല, മറ്റേതെങ്കിലും 5 days സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ അറിയാമോ? ഓർത്തോളുക, മധ്യപ്രദേശിലെ ലൊക്രാങ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് 5 days ആണ്. ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. തമിഴ്നാട്ടില് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ 5 days സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മധ്യപ്രദേശില് ലൊക്രാങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും എത്ര ഡേയ്സ് ആണ്? 5 days. അതും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള പപ്പറ്ററി ഡാൻസ് ഫോം ആണ് ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. ഈ ബൊമ്മലാട്ടം എന്ന് പറയുന്ന ഡാൻസ് ഫോമില് ശരിക്കും ഷോ ചെയ്യുന്നത് രാമായണത്തെയും മഹാഭാരതത്തെയും ബേസ് ചെയ്തിട്ടുള്ള സീനുകളാണ്. അങ്ങനെയാണെങ്കിൽ ഗൊമ്പയാട്ട എന്ന് പറയുന്ന പപ്പറ്ററി ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലാണ്. ബൊമ്മലാട്ടം എവിടെയാണ്? തമിഴ്നാട്. യാംപുരി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാറിലാണ്. കഥപുട്ട്ലി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലാണ്. പുതുൽ നാച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക? ഓർത്തിരുന്നോളുക. ജസ്റ്റ് നിങ്ങൾ നോട്ട് എഴുതി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളുക. ഫ്രീ കിട്ടുന്ന ടൈമില് വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ഫാക്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വിച്ച് ആസ്പെക്ട് ഓഫ് ഹിന്ദു റിലീജിയൻ ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ ദ റൗട്ട്നാച്ച ഡാൻസ് ഫോം ഓഫ് ഛത്തീസ്ഗഡ്? അപ്പോ റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് അങ്ങ് പഠിക്കുക? ഛത്തീസ്ഗഡിൽ കേട്ടോ. റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡിൽ. ഈ ഒരു ഡാൻസ് ഫോം മെയിൻലി ഷോ ചെയ്യുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് ഓഫ് ലോർഡ് കൃഷ്ണ. ഓക്കെ, അപ്പൊ അതായത് റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡിൽ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് കേട്ടോ. റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡില്. ഈ ഒരു ഡാൻസ് ഫോം എന്തുമായി റിലേറ്റ് ചെയ്യുന്നു? മെമ്മറീസ് ഓഫ് ലോർഡ് കൃഷ്ണ. ഓക്കെ, ഇനി ഈ ലോർഡ് കൃഷ്ണനും രാധയും തമ്മിലുള്ള ലവ് സ്റ്റോറീസ് ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെ രാസലീല എന്ന് പറയുന്ന ഡാൻസ് ഫോം. അത് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കേട്ടോ. അപ്പം വീണ്ടും കൃഷ്ണനുമായി റിലേറ്റ് ചെയ്ത ഒരു 2 to 3 ഫാക്ടുകൾ അല്ലെങ്കിൽ 2 to 3 ഡാൻസ് ഫോംസുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ലോർഡ് കൃഷ്ണനും അതുപോലെ തന്നെ രാധയും തമ്മിലുള്ള ലവ് സ്റ്റോറി ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ രാസലീലയാണ് കേട്ടോ. ഏതാണ്? രാസലീല. ഈ രാസലീല എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് ചോദിക്കും, അതിന് ആൻസർ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ലോർഡ് കൃഷ്ണനും അതുപോലെ തന്നെ രാധയും തമ്മിലുള്ള ലവ് സ്റ്റോറി ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസലീല. രാസലീല എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. എവിടെയാണ്? ഉത്തർപ്രദേശിൽ. പഠിച്ചല്ലോ. ഇനി നമ്മുടെ ലോർഡ് കൃഷ്ണന്റെ ലോർഡ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത ലൈഫ് ഇവന്റുകൾ, ലോർഡ് കൃഷ്ണനുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത ലൈഫ് ഇവന്റുകൾ, ഈ ലൈഫ് ഇവന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്?
ലോർഡ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത ലൈഫ് ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഒഡീഷയിലെ ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രണപ എന്ന് പറയുന്ന ഡാൻസ് ഫോം ആണ് കേട്ടോ. അപ്പൊ രണപ എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചെങ്കിൽ അതിന് ആൻസർ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, രണപ എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. നമ്മുടെ ലോർഡ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത ലൈഫ് ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഇതെന്ന് പറയുന്നത് രണപ എന്ന് പറയുന്ന ഡാൻസ് ഫോം. ഇത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, ഇനി ലോർഡ് കൃഷ്ണനും രുക്മിണി ദേവിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അതാണ് മാധവ്പൂർ മേള. ഓക്കെ, അപ്പോ മാധവ്പൂർ മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. മാധവ്പൂർ മേള സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ അതിന് ആൻസർ ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തില് നമ്മുടെ ലോർഡ് കൃഷ്ണനും അതുപോലെ തന്നെ രുക്മിണി ദേവിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? മാധവ്പൂർ മേള എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഒന്ന് ഓർത്തിരിക്കാലോ. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ഇങ്ങനെ ആലോചിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൗട്ട്നാച്ച എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയായിരുന്നു? ഛത്തീസ്ഗഡില്. ഈ ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്നത് പ്രധാനമായും റിഫ്ലക്ട് ചെയ്യുന്ന മെമ്മറീസ് ഓഫ് ലോർഡ് കൃഷ്ണ. ആ ലോർഡ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റു 3 ഫാക്ടുകൾ കൂടി പറഞ്ഞു തന്നു. ലോർഡ് കൃഷ്ണന്റെ ലൈഫ് ഇവന്റുകളെ ഷോക്കേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ഒഡീഷയിലെ ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് രണപ എന്ന് പറയുന്നത്. ലോർഡ് കൃഷ്ണനും രാധയും തമ്മിലുള്ള ലവ് സ്റ്റോറീസ് ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് രാസലീല എന്ന് പറയുന്നത്. രാസലീല ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചെങ്കിൽ അതിന് ആൻസർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. വീണ്ടും ഓർക്കുക, മാധവ്പൂർ മേള എവിടെയാണ്? ഗുജറാത്തില്. ലോർഡ് കൃഷ്ണനും രുക്മിണി ദേവിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് മാധവ്പൂർ മേള. അതെവിടെയാണ്? ഗുജറാത്തില്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ? ഒരു ഒളിമ്പിക് മെഡൽ വിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ആരാണ്? കേട്ടോ, ഒളിമ്പിക് മെഡൽ വിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക് മെഡൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സൈന നെഹ്വാൾ ആണ്. കേട്ടോ, ഒരു ഒളിമ്പിക് മെഡൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? സൈന നെഹ്വാൾ. ഓക്കെ, അപ്പോ ഈ സൈന നെഹ്വാളിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഏതാണെന്നറിയാമോ? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പ്ലേയിങ് ടു വിൻ. കേട്ടോ, ഏതാണ്? പ്ലേയിങ് ടു വിൻ. അപ്പൊ പ്ലേയിങ് ടു വിൻ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരുടെയാണ്? സൈന നെഹ്വാളിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഓർത്തോളുക, പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ പ്ലേയിങ് ടു വിൻ ആരുടെയാണ്? സൈന നെഹ്വാൾ. പ്ലേയിങ് ഇറ്റ് മൈ വേ. കേട്ടോ, പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ. കേട്ടോ, പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരുടെയാണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 6 ക്ലാസ്സുകളിൽ എവിടേക്കോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷമാണ് അത് 2014 എന്ന് പറയുന്നത്. കേട്ടോ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ് 2014. അപ്പോ പ്ലേയിങ് ടു വിൻ എന്നുള്ളത് ആരുടെയാണ്? സൈന നെഹ്വാളിന്റെതാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് ആരുടെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം ഓർത്തോളുക, 2014. അപ്പോ പ്ലേയിങ് ടു വിൻ എന്നുള്ളത് സൈന നെഹ്വാൾ, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 2014. ഓക്കെ, ഇനി ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ്. കേട്ടോ, അടുത്തൊരു ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ്. ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാനിയ മിർസ. കേട്ടോ, ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ് ആരുടെയാണ്? സാനിയ മിർസ. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ബുക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ് ആരുടെയാണ്? അത് സാനിയ മിർസ. അൺബ്രേക്കബിൾ ആരുടേതാണെന്ന് ചോദിക്കും. കേട്ടോ, ഏതാണ്? അൺബ്രേക്കബിൾ. അപ്പൊ അൺബ്രേക്കബിൾ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മേരി കോം. ഓക്കെ, അപ്പോ പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ. ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാനിയ മിർസ. അൺബ്രേക്കബിൾ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് മേരി കോമിന്റെയാണ്. ഓക്കെ, അൺബ്രേക്കബിൾ ആരുടെയാണ്? മേരി കോം. സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട്. കേട്ടോ, ഏതാണ്? സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട്.
സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കപിൽ ദേവിന്റെ ആണ് കേട്ടോ. ഓക്കെ, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെയാണ്? കപിൽ ദേവ്. അതുപോലെ വൈഡ് ആംഗിൾ, വൈഡ് ആംഗിൾ ആരുടെ ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ കുംബ്ലെ കേട്ടോ. വൈഡ് ആംഗിൾ എന്നുള്ളത് ആരുടെ ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ആരുടെയാണ്? അനിൽ കുംബ്ലെയുടെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? വൈഡ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്ലേയിങ് ടു വിൻ ആണെങ്കിൽ സൈന നെഹ്വാളിൻ്റെത്, പ്ലേയിങ് ഇറ്റ് മൈ വേ ആണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് ആണെങ്കിൽ സാനിയ മിർസ, അൺബ്രേക്കബിൾ ആണെങ്കിൽ മേരി കോം, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആണെങ്കിൽ കപിൽ ദേവ്, ഗോൾഡൻ ഗേൾ കേട്ടോ. ഗോൾഡൻ ഗേൾ എന്നത് ആരുടെയാണ്? അത് PT ഉഷ. ഗോൾഡൻ ഗേൾ എന്നത് ആരുടെ ബുക്കാണ്? PT ഉഷ. ദെൻ എ ഷോർട്ടഡ് ഹിസ്റ്ററി മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ് കേട്ടോ. എ ഷോർട്ടഡ് ഹിസ്റ്ററി മൈ ഒബ്സസീവ് ജേർണി ടു, a shortened history my obsessive journey to Olympic gold. A shortened history my obsessive journey to Olympic gold. ഇത് ആരുടെ ആയിരിക്കും? അഭിനവ് ബിന്ദ്ര കേട്ടോ. A shortened history my obsessive journey to Olympic gold. ഇത് ആരുടെയാണ്? അഭിനവ് ബിന്ദ്ര. ഓക്കെ, then the race of my life. ഓക്കെ, ഏതാണ്? The race of my life. The race of my life. The race of my life ആരുടെയാണ്? മിൽഖ സിംഗിന്റെ ആണ് കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന ഓരോ പോയിന്റുകളും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നുപോലെ സ്കിപ്പ് ചെയ്യല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ മാത്രം മതി എന്ന് വിചാരിക്കല്ലേ. റേസ് ഓഫ് മൈ ലൈഫ് ആരുടെയാണ്? മിൽഖ സിംഗിന്റെ. ഓക്കെ, ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടെയാണ്? യുവരാജ് സിംഗ്. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടേതാണ്? യുവരാജ് സിംഗ്. അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക? ഓർക്കുക. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ യുവരാജ് സിംഗ്. അപ്പൊ അത്രയും ഓർക്കുക. പറഞ്ഞത് ഇങ്ങനെ, പ്ലേയിങ് ടു വിൻ ആരുടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൈന നെഹ്വാൾ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014. ദെൻ ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് ആരുടേതാണ്? സാനിയ മിർസ. അൺബ്രേക്കബിൾ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേരി കോമിന്റേതാണ്. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ടോ കപിൽ ദേവ്. വൈഡ് ആംഗിൾ ആരുടേതാണ്? അനിൽ കുംബ്ലെ. ഗോൾഡൻ ഗേൾ ആരുടേതാണ്? PT ഉഷ. എ ഷോർട്ടഡ് ഹിസ്റ്ററി മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ് ആരുടേതാണ്? അഭിനവ് ബിന്ദ്ര. ദെൻ ദ റേസ് ഓഫ് മൈ ലൈഫ് ആരുടേതാണ്? മിൽഖ സിംഗ്. അപ്പോ എന്ത് ചെയ്യുക? ഫാക്ടുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ, അതായത് കൃത്യമായിട്ട് വരുന്ന എക്സാമുകൾക്ക് പ്രോപ്പർലി മാറി വന്ന പാറ്റേൺ അനുസരിച്ച് കൃത്യമായി സിലബസിലൂടെ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ദിശ അക്കാദമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 5 സ്ഥലങ്ങളിൽ കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ. അപ്പൊ ഇതിലെ ഏത് പ്ലേസ് ആണോ നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ളത് ആ പ്ലേസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക്, അതായത് നിങ്ങൾ വീട്ടിൽ നിന്നും പഠിച്ചിട്ട് ശരിയാവുന്നില്ല, പ്രോപ്പർലി ഒരു സ്ഥലത്ത് പോയി ആ ഒരു ടൈം അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ ഗൈഡൻസോട് കൂടി കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർലി സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. സിലബസിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ കരിക്കുലത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം പ്രോപ്പർലി ടോപ്പിക് ഓർഡറിൽ നിങ്ങൾക്ക് കവർ ചെയ്യും. അപ്പം അതിന്റെ കൂടെ തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെക്ഷനുകൾ, മെന്ററിംഗ് സെക്ഷനുകൾ, എക്സാംസുകൾ, ക്വിസുകൾ, അങ്ങനെ ഒരുപാട് ഫാക്റ്റുകൾ ഇൻക്ലൂഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യുന്ന ലെവലിലേക്ക് വേഗത്തിൽ നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. സോ ഡെഫിനറ്റ്ലി ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ഈ നമ്പറിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിലോട്ടാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബ്രാഞ്ചിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കോലി ദ ഡാൻസ് ഫോം ഓഫ് ദി കോലി ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഓഫ്. അപ്പൊ കോലി ഡാൻസ് ശരിക്കും കോലി ഫിഷർമെൻ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം. ഈ കോലി ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അതാണ് ക്വസ്റ്റ്യൻ. കോലി ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ. കോലി ഡാൻസ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? മഹാരാഷ്ട്ര. ഓർത്ത്
ഓർത്തോളുക ഈ മഹാരാഷ്ട്രയില് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടുന്ന കുറച്ച് ഡാൻസ് ഫോം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കോലി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് പോവാഡ ഡാൻസ്. കേട്ടോ, പോവാഡ ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. പോവാഡ ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് പോവാഡ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. പോവാഡ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ തന്നെ ഛത്രപതി ശിവജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം കൂടിയാണ് ഏതെന്ന് പറയുന്നത് പോവാഡ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പോവാഡ ഡാൻസ് ഫോം എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും, മഹാരാഷ്ട്ര. ഛത്രപതി ശിവജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ഇവന്റുകളാണ് ഈ ഒരു ഡാൻസ് ഫോമിലൂടെ ഷോക്കേസ് ചെയ്യുന്നത്. ദെൻ ലാവണി എന്ന് പറയുന്ന ഡാൻസ് ഫോം അതും എവിടെയാണ്? മഹാരാഷ്ട്ര. സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള ലാവണി എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ്. അപ്പൊ ലാവണി എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പോ പോവാഡ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര. വീണ്ടും ഓർത്തോളുക, ലാവണി എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ദെൻ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദെങ്കാരി ഗാജ. ഓക്കെ, വൺ സെക്കൻഡ്. നമ്മൾ പറഞ്ഞത് പോവാഡ ഡാൻസ് ഫോം, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ലാവണി ഡാൻസ് ഫോം. ലാവണി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് ഒറിജിൻ ചെയ്ത ഡാൻസ് ഫോം. ദെങ്കാരി ഗാജ കേട്ടോ, ഏതാണ്? ദെങ്കാരി ഗാജ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വരും. ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്രയാണ്. ദെങ്കാരി ഗാജ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഗോഡ് ബിരൂബയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ദെങ്കാരി ഗാജ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് ഗോഡുമായിട്ട് റിലേറ്റ് ചെയ്തു? ഗോഡ് ബിരൂബയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്തത് വാഗ്യ മുരളി എന്ന് പറയുന്ന ഡാൻസ് ഫോം. ഓക്കെ, ഏതാണ്? വാഗ്യ മുരളി എന്ന് പറയുന്ന ഡാൻസ് ഫോം. ഈ വാഗ്യ മുരളി എന്ന് പറയുന്ന ഡാൻസ് ഫോം ലോർഡ് കന്തോബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. വാഗ്യ മുരളി എന്ന് പറയുന്ന ഡാൻസ് ഫോം ലോർഡ് കന്തോബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രോപ്പർലി ഒന്ന് ഓർത്തിരിക്കുക. പറഞ്ഞത് ഇങ്ങനെ, പോവാഡ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാരാഷ്ട്ര. ഛത്രപതി ശിവജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ലൈഫ് ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം. ലാവണി ഡാൻസ് ഫോം എവിടെയാണ്? മഹാരാഷ്ട്ര. ലാവണി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് ഒറിജിൻ ചെയ്ത ഡാൻസ് ഫോം ആണ്. ദെങ്കാരി ഗാജ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഗോഡ് ബിരൂബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ വാഗ്യ മുരളി എന്ന് പറയുന്ന ഡാൻസ് ഫോം ആണെങ്കിലോ ലോർഡ് കന്തോബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നീട് വീണ്ടും ഒരു ഡാൻസ് ഫോം കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയുക, തമാശ എന്ന് പറയുന്ന ഡാൻസ് ഫോം കേട്ടോ. അപ്പൊ തമാശ എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് അവിടുത്തെ കോൽഹാട്ടി കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. തമാശ എന്ന് പറയുന്ന ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ മഹാരാഷ്ട്രയിൽ തന്നെ കോൽഹാട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് തമാശ എന്ന് പറയുന്ന ഡാൻസ് ഫോം. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ പോവാഡ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഛത്രപതി ശിവജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഇവന്റുകൾ ഷോ ചെയ്യുന്ന ഡാൻസ് ഫോം ആണ്. ലാവണി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് ഒറിജിൻ ചെയ്ത ഡാൻസ് ഫോം ആണ് ലാവണി ഡാൻസ് ഫോം. ദെൻ ദെങ്കാരി ഗാജ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഗോഡ് ബിരൂബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു. വാഗ്യ മുരളി ലോർഡ് കന്തോബയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു. ഈ തമാശ ഡാൻസ് ഫോം, തമാശ ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഓർത്തോളുക, ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് കോൽഹാട്ടി കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കേ, which of the following state is the Baishagu festival celebrated by the Boro Kacharis in the month of April? ഈ ക്വസ്റ്റ്യനിലുള്ള രണ്ട് ഫാക്ട് അങ്ങ് പഠിച്ചോണം. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള രണ്ട് ഫാക്ട് പഠിച്ചോളുക. ദ ബൈശാഗു ഫെസ്റ്റിവൽ. ഓക്കെ, ബൈശാഗു ഫെസ്റ്റിവൽ ഏത് മന്തില്? ദ ഏപ്രിൽ മന്തില്. ആരാണ്? ബോറോ കജാരീസ്. ബോറോ കജാരീസ് ബൈശാഗു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? ഏപ്രിൽ മന്ത്. ഓക്കെ, ബൈശാഗു ഫെസ്റ്റിവൽ ബോറോ കജാരീസ് ഏപ്രിൽ മന്തില് സെലിബ്രേറ്റ് ചെയ്യുന്നു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആയിട്ടുള്ള ആസാം കേട്ടോ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആയിട്ടുള്ള ആസാമിൽ. അപ്പൊ ബൈശാഗു ഫെസ്റ്റിവൽ ബോറോ കജാരീസ് എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മന്തിൽ എവിടെയാണ്? ആസാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ ആസാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം ഫെസ്റ്റിവൽസ്, ബിഹു ഫെസ്റ്റിവൽ, അങ്ങനെ
കുറേയധികം ഫെസ്റ്റിവൽസ് തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആസാമിലെ ഫെസ്റ്റിവൽ ഞാൻ കണക്ട് ചെയ്ത് പറയാത്തത് കേട്ടോ. മുന്നത്തെ ക്ലാസ്സുകളിൽ റെഫർ ചെയ്തോളുക. ആ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ആസാമിൽ ചോദിച്ചിട്ടുള്ള ഓരോ ഫെസ്റ്റിവൽസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്ക, who was popularly known as the Paioli Express in Indian sports history. 2026 നടന്ന എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ. അപ്പൊ പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പി ടി ഉഷ കേട്ടോ. പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരെയാണ്? പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ അങ്ങനെയാണെങ്കിൽ കുറച്ച് നിക് നെയിമുകൾ, കുറച്ച് അറിയപ്പെടുന്ന പേരുകൾ നോക്കണം. ഒരു 3 to 5% ഉണ്ട്. ഓക്കെ, ദിങ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ വരും, ദിങ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? ദിങ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹിമാദാസിനെയാണ് കേട്ടോ. ദിങ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹിമാദാസിനെയാണ്. ദ വോൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിക്കും. അത് രാഹുൽ ദ്രാവിഡിനെയാണ് കേട്ടോ. ദ വോൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാഹുൽ ദ്രാവിഡ്. ദ വോൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? രാഹുൽ ദ്രാവിഡ്. അപ്പൊ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദാസ്. ദ വോൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാഹുൽ ദ്രാവിഡ്. ഓക്കെ, കഴിഞ്ഞില്ല. എഗെയിൻ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹരിയാന ഹ്യൂരിക്കെയിൻ എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? ഹരിയാന ഹ്യൂരിക്കെയിൻ. ഹരിയാന ഹ്യൂരിക്കെയിൻ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അത് കപിൽ ദേവിനെയാണ് കേട്ടോ. ഹരിയാന ഹ്യൂരിക്കെയിൻ എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? കപിൽ ദേവിനെയാണ്. ദെൻ വിസാർഡ് ഓഫ് ഹോക്കി എന്ന് അറിയപ്പെടുന്ന ആരെയാണ് കേട്ടോ? വിസാർഡ് ഓഫ് ഹോക്കി എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? വിസാർഡ് ഓഫ് ഹോക്കി എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ധ്യാൻ ചന്ദിനെയാണ് കേട്ടോ. വിസാർഡ് ഓഫ് ഹോക്കി എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? ധ്യാൻ ചന്ദിനെ. ഫ്ലൈയിങ് സിക്ക് എന്ന് അറിയപ്പെടുന്ന ആരെയാണ് ചോദിക്കും. ഫ്ലൈയിങ് സിക്ക് എന്ന് അറിയപ്പെടുന്നത് മിൽഖ സിംഗ്. ഫ്ലൈയിങ് സിക്ക് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? മിൽഖ സിംഗ്. അപ്പോ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ ഹിമാദാസ്. ദ വോൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? രാഹുൽ ദ്രാവിഡിനെയാണ്. ഹരിയാന ഹ്യൂരിക്കെയിൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ്. വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദിനെയാണ്. ഫ്ലൈയിങ് സിക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? മിൽഖ സിംഗ് കേട്ടോ. ഫ്ലൈയിങ് സിക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? മിൽഖ സിംഗ്. ഓക്കെ, ഇനി വീണ്ടും ഇവിടുന്ന് ഓർത്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കേ, വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് പറഞ്ഞു? ധ്യാൻ ചന്ദിനെയാണെന്ന് പറഞ്ഞില്ലേ? നമുക്കറിയാം രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ് ചോദിക്കും. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ് ചോദിക്കും. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991-92 ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991-92 എന്നാലുണ്ടല്ലോ ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 91-92 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 91-92 ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെയാണ് ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഓക്കെ, അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991-92 ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെയാണ് ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 അപ്പൊ 2021 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്തു. ആ വർഷം മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാണ് കേട്ടോ. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്തു. ആ റീനെയിം ചെയ്ത വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കുക, നമ്മുടെ നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ വരും, നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തോളുക, August 29 ആണ്. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കും, August 29 ആണ്. ഈ August 29 നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് August 29. ഈ August 29 എന്ന് പറയുന്നത് ധ്യാൻ ചന്ദിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ധ്യാൻ ചന്ദിന്റെ ബർത്ത്ഡേ ആണ് നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നാഷണൽ സ്പോർട്സ് ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ August 29. സ്ക്രീനിലുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ഇങ്ങനെ പഠിക്കുക. ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദാസ്. ദ വോൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ദ്രാവിഡ്.
ഹരിയാന ഹ്യൂരിക്കേൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കപിൽ ദേവ്. വിസാഡ് ഓഫ് ഹോക്കി എന്ന് അറിയപ്പെടുന്നത് ധ്യാൻചന്ദ്. ഫ്ലൈയിങ് സിക്ക് എന്ന് അറിയപ്പെടുന്നത് മിൽഖ സിംഗ്. വിസാഡ് ഓഫ് ഹോക്കി എന്ന ധ്യാൻചന്ദിനെ അറിയപ്പെടുമ്പോൾ 1991-92 ധ്യാൻചന്ദ് അല്ലെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനാണ് പിന്നീട് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്നത് 2021. നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു August 29. നമ്മുടെ ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർലി നിങ്ങൾക്ക് വീട്ടിലൊന്നും പഠിച്ചിട്ട് ശരിയാവുന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തന്നെ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പുതിയ പാറ്റേണിൽ വന്ന ചേഞ്ച് അനുസരിച്ച് പഠിക്കണം. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ഓഫ്ലൈൻ സെന്റേഴ്സ് പറഞ്ഞത്. ഇനി ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ, അല്ലെങ്കിൽ വർക്കൊക്കെ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും കോഴ്സ് ഉണ്ടാവുക. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളെ എക്സാം ക്ലിയർ ചെയ്യുന്ന വേയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ, ഓൺലൈൻ കോഴ്സിലോട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കേ. Among the following is known for his collaboration with the international artist and is or was a renowned tabla maestro. തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആരാണ്? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് അല്ലെ. സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ തബല. സക്കീർ ഹുസൈന്റെ ഫാദർ ആണ് ആരെന്ന് പറയുന്നത്? ഉസ്താദ് അല്ലാരഗ എന്ന് പറയുന്നത്. അപ്പൊ ഉസ്താദ് അല്ലാരഗയും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഉസ്താദ് അല്ലാരഗയും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ സക്കീർ ഹുസൈൻ തബല, സക്കീർ ഹുസൈന്റെ ഫാദർ ആണ് ആര്? ഉസ്താദ് അല്ലാരഗ. ഉസ്താദ് അല്ലാരഗയും ഏത് ഇൻസ്ട്രുമെന്റ് റീഡ് ചെയ്യുന്നു? തബല. അല്ലെ, സക്കീർ ഹുസൈൻ ഉണ്ടല്ലോ, നമ്മുടെ പത്മ അവാർഡ്സിൽ പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. അത് 3 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ പഠിച്ചോളുക തബല. ഞാൻ പറഞ്ഞു തരുന്ന 3 അവാർഡുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്തു. അതായത് സക്കീർ ഹുസൈന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഓക്കെ, സക്കീർ ഹുസൈന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. സക്കീർ ഹുസൈന് പത്മശ്രീ ലഭിക്കുന്ന വർഷമാണ് എന്നറിയാമോ? 1988. ഓക്കെ, സക്കീർ ഹുസൈന് 1988 പത്മശ്രീ ലഭിക്കുന്നു. 2002 പത്മഭൂഷൺ ലഭിക്കുന്നു. 2023 പത്മവിഭൂഷൺ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് പഠിച്ചോളുക. സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സക്കീർ ഹുസൈന് പത്മ അവാർഡ്സുകൾ 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ആണെങ്കിൽ 1988 പത്മഭൂഷൺ ആണെങ്കിൽ 2002 പത്മവിഭൂഷൺ ആണെങ്കിൽ 2023 ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തബല. സക്കീർ ഹുസൈന് 1988 പത്മശ്രീ, 2002 പത്മഭൂഷൺ, 2023 പത്മവിഭൂഷൺ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയുക. ഇവിടെ ബാക്കിയോട് നോക്കാം. ഇതും ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഹരിപ്രസാദ് ചൗരാസി ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് ബുന്ദുഖാനോ? ബുന്ദുഖാന്, ബിന്ദാഖാന്, ഷക്കൂർ ഖാന്, സാബ്രിക് ഖാന് സാരംഗിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. EM സുബ്രഹ്മണ്യം ആണെങ്കിലോ ഘടം ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഘടം ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എ ലാർജ് നാരോ മൗത്ത്ഡ് എർത്തേൺവെയർ പോട്ട് യൂസ്ഡ് ആസ് എ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്. ഒരു വലിയ ചെറിയ മൗത്തുള്ള പോട്ട്, കുടം പോലെ തോന്നിക്കുന്ന ഇൻസ്ട്രുമെന്റ് കൊട്ടുവാദ്യമായിട്ട് യൂസ് ചെയ്യുന്നു. ആ ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് വെച്ചാൽ ഘടം. എ ലാർജ് നാരോ മൗത്ത്ഡ് എർത്തേൺവെയർ പോട്ട് യൂസ്ഡ് ആസ് എ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്. ഏതാണ്? ഘടം. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ ചാവു ഡാൻസ് ഒറിജിനേറ്റ്? പഠിച്ചാണല്ലേ. അതായത് സംഗീത നാടക അക്കാദമി പ്രകാരം 8 ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടെന്നും മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം
9 ക്ലാസിക്കൽ ഡാൻസ് ആണെന്നും ആ 9ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏതെന്നും പഠിച്ചു, ചാവു ഡാൻസ് എന്ന് പഠിച്ചു ഇല്ലേ. ആ 9ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏതെന്ന് പഠിച്ചു, ചാവു ഡാൻസ് എന്ന് പഠിച്ചു. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒഡീഷയിലെ ഫോറസ്റ്റിൽ ട്രൈബൽ ഡാൻസ് ആയിട്ട് ഒറിജിൻ ചെയ്ത് പിന്നീട് മാർഷൽ ആർട്ട് അല്ലെങ്കിൽ ആയോധന കല എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, ചാവു ഡാൻസ്. ചാവു ഡാൻസ് 3 ടൈപ്സ് ഉണ്ടെന്നും അത് ഏതൊക്കെ എവിടൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പുരുലിയ ചാവു, സറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. മുന്നത്തെ ക്ലാസ്സുകൾ റെഫർ ചെയ്തോണം. പുരുലിയ ചാവു, സറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതാത്തതേ, മുന്നേ പറഞ്ഞു തന്നെയാ. അതിൽ മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ, സറായ്ക്കല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ. 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേക്കാം. പുരുലിയ ചാവു, അതുപോലെ തന്നെ സറായ്ക്കല ചാവു, അതുപോലെ തന്നെ മയൂർഭഞ്ച് ചാവു. കേട്ടോ, പുരുലിയ ചാവു, സറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. അതിൽ സറായ്ക്കല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാവു ഡാൻസ് ഒറിജിനേറ്റ് ചെയ്ത് ഏത് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഏതേ ഉള്ളൂ, ജാർഖണ്ഡ്. അപ്പൊ ആൻസർ ഏതാണ്, ജാർഖണ്ഡ്. ഓക്കെ, അപ്പൊ ചാവു 3 ടൈപ്സ് ആണെന്നും മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം 9th ക്ലാസിക്കൽ ഡാൻസ് ആണെന്നും ഒഡീഷയിലെ ഫോറസ്റ്റിൽ ഒറിജിൻ ചെയ്ത് മാർഷൽ ആർട്ട് എന്ന് പറയുന്ന സ്റ്റാറ്റസ് പിന്നീട് ലഭിക്കുകയും ചെയ്ത ഡാൻസ് ഫോം ആണ് ഇതെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2026 ചോദിച്ച ക്വസ്റ്റ്യൻ. Which of the following statement is correct about literacy rate of India between 2001 and 2011? 2011 സെൻസസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. 2001ലെയും 2011ലെയും സെൻസസ് നോക്കുമ്പോൾ ലിറ്ററസി റേറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04%. 2011ലെ സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04%. ഇതില് മെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 82.14ഉം ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 65.46ഉം ആണ്. ഓക്കെ, മെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 82.14ഉം ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 65.46ഉം ആണ് 2011ലെ സെൻസസിനെ ബേസ് ചെയ്ത്. ഓക്കെ, ഇനി 2001ലെ സെൻസസിനെ ബേസ് ചെയ്ത് 2001 കേട്ടോ, 2001 2001ലെ സെൻസസിനെ ബേസ് ചെയ്ത് നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 64.84% ആണ്. ഇതും ഓൾറെഡി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. 2001ലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64.84%. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിലെ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ 2001ലെയും 2011ലെയും ലിറ്ററസി റേറ്റ് നമ്മൾ അറിയണം കേട്ടോ. അപ്പോൾ 2001ല് ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലിറ്ററസി റേറ്റ് 64.84. അതിൽ മെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 75.26 ആണ് കേട്ടോ. മെയിൽ ലിറ്ററസി എത്രയാണ്? 75.26% ആണ്. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 53.67 ആണ് കേട്ടോ. എത്രയാണ്? 53.67% ആണ്. 53.67%. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളൊന്നും അറിയുക. 2001ലെ നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 64.84%. എന്നാൽ 2011 വരുമ്പോഴത്തേക്ക് അത് 74.04% ആയി. ഇവിടെ മെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 75.26 ആണ്. 2007 വന്നപ്പോഴത്തേക്ക് അത് 82.14 ആയി. ഫീമെയിൽ 53.67 ആണ്, അത് 65 ആയിട്ട് മാറി. അപ്പോൾ മാക്സിമം ഇൻക്രിമെന്റ് വന്നത് എന്തിലാണ്? ഫീമെയിൽ ലിറ്ററസിയിലല്ലേ. 53ൽ നിന്ന് എത്രയായി? 65 ആയിട്ട് മാറിയില്ലേ? ഇനി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫീമെയിൽ ലിറ്ററസി ഹാസ് റൈസൺ ഫാസ്റ്റർ ദാൻ മെയിൽ ലിറ്ററസി. മെയിൽ ലിറ്ററസി 75 82 ആയുള്ളൂ അല്ലേ? അതിനേക്കാട്ടി കൂടുതൽ ഇൻക്രിമെന്റ് ചെയ്തില്ലേ? 53 എന്നുള്ളത് 65 ആയില്ലേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ കറക്റ്റ്? ഫീമെയിൽ ലിറ്ററസി ഹാസ് റൈസൺ ഫാസ്റ്റർ ദാൻ മെയിൽ ലിറ്ററസി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞാലേ, ഈ വാല്യൂസ് അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഓർക്കുക. 2011 അല്ലെങ്കിൽ 2001ലെ സെൻസസ് പ്രകാരം ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 64.84 ആണ്. 2011 വരുമ്പോഴത്തേക്ക് അത് 74.04% ആയി.
ഇവിടെ മെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 75.26 ആണ്. ഇവിടെ വരുമ്പോൾ 82.14 ആയി. ഇവിടെ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 53.67 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് 65.46 ആയി. അതായത് ഫീമെയിൽ ലിറ്ററസി ഹാസ് റൈസൺ ഫാസ്റ്റർ ദാൻ മെയിൽ ലിറ്ററസി. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയാണ്, on which of the following days was World Wetland Day observed in 2026 focusing on the theme. അപ്പം വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം ഒന്ന് പഠിച്ചു വെച്ചോ. ഇവിടെ ഓൾറെഡി ആ തീം ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, ചിലപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്നത് തീം ആയിരിക്കും. ഓക്കെ, അപ്പൊ തീം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഫെബ്രുവരി 2 കേട്ടോ. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫെബ്രുവരി 2. എടാ, വേൾഡ് ക്യാൻസർ ഡേ എന്നാണ്. വേൾഡ് ക്യാൻസർ ഡേ ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്. വേൾഡ് ക്യാൻസർ ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെബ്രുവരി 4 ആണ് കേട്ടോ. വേൾഡ് ക്യാൻസർ ഡേ എന്താണ്? ഫെബ്രുവരി 4. നാഷണൽ വുമൻസ് ഡേ, നാഷണൽ ആണ്, നാഷണൽ വുമൻസ് ഡേ, നാഷണൽ വുമൻസ് ഡേ അതെന്താണ്? അത് ഫെബ്രുവരി 13 ആണ്. നാഷണൽ വുമൻസ് ഡേ എന്താണ്? ഫെബ്രുവരി 13 ആണ്. നാഷണൽ സയൻസ് ഡേ, നാഷണൽ സയൻസ് ഡേ എന്താണ്? അത് ഫെബ്രുവരി 28. ഓക്കെ, നാഷണൽ സയൻസ് ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 28. അപ്പൊ ഈ ഒരു 3 ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫെബ്രുവരി മന്തിന്ന് ഓർത്തോളുക. അപ്പൊ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെബ്രുവരി 2 ആണ്. വേൾഡ് ക്യാൻസർ ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 4 ആണ്. നാഷണൽ വുമൻസ് ഡേ ആണെങ്കിൽ അത് ഫെബ്രുവരി 13 നാഷണൽ സയൻസ് ഡേ ആണെങ്കിൽ അത് ഫെബ്രുവരി 28 ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളിൽ ചേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം, മിസ് SSCയുടെ കോഴ്സ് മാത്രമേ ഉള്ളൂ. അല്ല, ഓഫ്ലൈൻ സെന്റേഴ്സിലെ SSC RRB 2 എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള റെയിൽവേ എക്സാമിനും SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനും 2 എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈനിലും റെയിൽവേക്കും SSCക്കും നമ്മുടെ SSCയുടെ എക്സാംസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റെയിൽവേയുടെയും ഓൺലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും കോഴ്സുകൾ ഉണ്ടാവുക. ഒരു നിങ്ങൾക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി ഒരു സൺഡേ ദിവസം ആകുമ്പോൾ തന്നെ അടുത്ത വീക്കിലേക്കുള്ള സബ്ജക്റ്റുകൾ ഏതാണ്, ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ക്ലാസ് എന്നുള്ളതെല്ലാം പ്രോപ്പർലി നിങ്ങളെ അറിയിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ആ ഒരു ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റീസിന്റെ എല്ലാ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതുകൊണ്ട് പ്രോപ്പർലി കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? നിങ്ങൾ കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തോളുക? പഠിച്ചോളുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളും ഡിസ്കസ് ചെയ്തു. അറിയാത്ത ഫാക്ടുകൾ എല്ലാം നോട്ട് ചെയ്തോളുക. ടൈം കിട്ടുമ്പോഴെല്ലാം റിവൈസ് ചെയ്തോളുക. എക്സാമുകളിൽ ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.